സമയം കൂടി ആയതുകൊണ്ട് പാർട്സ് അവൈലബിലിറ്റി പ്രൊഡക്ഷൻസ് അങ്ങനത്തെ കുറച്ചാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ടാറ്റ ആണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഒരു മേജർ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നാൽ അവരൊരു ഫിൽ റേഷ്യോ എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് എത്ര ശതമാനം പാർട്സ് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡീലർഷിപ്പിലാണെങ്കിലും എന്റെ ഇപ്പോഴത്തെ ഒരു ഐഡിയ അനുസരിച്ച് ഒരു 50-60% പാർട്സ് റെഡിമെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി 40% വരണം. അപ്പം ആ ഒരു ചലഞ്ച് ഇപ്പൊ നമുക്കുണ്ട്. കാരണം ഡീലർഷിപ്സിലുള്ള പോലെ മൾട്ടി ബ്രാൻഡിലുണ്ട്. പിന്നെ രണ്ടാമത് നമുക്കുള്ള ചലഞ്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള എല്ലാ ബിസിനസ് ലീഡർക്കും നിങ്ങൾക്കും അറിയായിരിക്കും ഒരു മാൻ പവർ ചലഞ്ചാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ആൾക്കാരെ കിട്ടാൻ സ്കിൽഡ് മാൻ പവറെ കിട്ടാൻ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ആണ്, എന്നാലും നമുക്ക് ഇനിയും മാൻ പവർ വേണം. അപ്പം ഇനി നിങ്ങളുടെ പരിചയത്തിലോ ആരെങ്കിലും ടെക്നിക്കൽ മാൻ പവറോ ഉള്ളവരുണ്ടെങ്കിൽ മൂർത്തിയുടെ അടുത്തോ അർബലിന്റെ അടുത്തോ റെഫറി. മൂർത്തി പറഞ്ഞ പോലെ ഇതൊരു ചെറിയ കമ്പനിയെ പറ്റിയുള്ള ഒരു ഔട്ട്ലുക്ക് ആണ്. ടി വി എസിന് മൊത്തം 59 കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ 3-4 കമ്പനികളെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അധികം കമ്പനികളൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പ്രോപ്പറേറ്ററി ഓൺ ഫാമിലി ഓൺ ബിസിനസ് ആണ്. നമുക്ക് 50 കൺട്രിയിൽ ഇപ്പം ഓഫീസസ് ഉണ്ട്. വി ആർ ഓപ്പറേഷണൽ ഇൻ 50 കൺട്രീസ്. അപ്പം ഒരു 110 വർഷം പഴക്കമായ കമ്പനിയാണ്. അതിലൊരു രഹസ്യം. അപ്പം ഇതാണ് ബേസിക്കലി ദ 4 പില്ലേഴ്സ്. നിങ്ങളുടെ ടി വി എസ് ഫാമിലിയുടെ 4 പില്ലേഴ്സ് ആണ്. ഇപ്പൊ 5th ജനറേഷൻ ആണ് മാനേജ് ചെയ്യുന്നത്. അതായത് 5th ജനറേഷൻ ഓഫ് ഫാമിലി ആണ് ഇപ്പൊ അത് മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ 4 മെയിൻ ഇതാണുള്ളത്. ഇപ്പൊ എല്ലാവർക്കും പരിചയമായ കുറെ ബ്രാൻഡുകളാണ്. മെയിൻ ബിസിനസ് ഇതാണ്, ഓട്ടോ മാനുഫാക്ചറിംഗ്. ഡിഫറെന്റ് ബിസിനസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഓട്ടോ മാനുഫാക്ചർ എല്ലാവർക്കും ടി വി എസ് മോട്ടോഴ്സ് ആണ് ഒരു ബിസിനസ്. രണ്ടാമത്തെ ഫൈനാൻഷ്യൽ സർവീസസ് മെയിൻ 3 കമ്പനികളാണ്. റോയൽ സുന്ദരം ഇൻഷുറൻസ്, ടി വി എസ് ക്രെഡിറ്റ്, സുന്ദരം ഫൈനാൻസ്. സുന്ദരം ഫൈനാൻസിന് അറിയാത്ത കാര്യം കാണില്ല. സുന്ദരം ഫൈനാൻസ്. മൂന്നാമത്തത് മൂർത്തി പറഞ്ഞ പോലെ ഓട്ടോ കമ്പോണന്റ്സ് മാനുഫാക്ചറിംഗ് ആണ്. അതായത് നമ്മളെപ്പോഴും പറയും ഇന്ത്യയിൽ ഏത് വണ്ടി ഉണ്ടാക്കിയാലും അതിനകത്ത് മിനിമം ഒരു 2-3% പാർട്സ് ടി വി എസ് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അതായത് ലൂക്കാസ് ടി വി എസ്, അവിടെയാണ് ഈ കമ്പനികൾ മൊത്തം. ഈ ലാസ്റ്റ് ബ്ലൂവിൽ ഇട്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. അത് മിസ്റ്റർ ആർ ദിനേശ് ആണ് ചെയർമാൻ. അപ്പൊ അതിനകത്ത് ബേസിക്കലി നമുക്ക് 4 ഡിഫറെന്റ് കമ്പനീസ് ആണ്. ഒന്ന് സുന്ദരം മോട്ടോഴ്സ്, ചെന്നൈ പോയൊക്കെ കാണാം. സുന്ദരം മോട്ടോഴ്സ് മെർസിഡീസ് ബെൻസ് ഷോറൂം ഉണ്ട്, ഹോണ്ട ഉണ്ട്, ഫോക്സ് വാഗൺ ഷോറൂംസ് ഉണ്ട്, വെഹിക്കിൾ ഡീലർഷിപ്സ്. അതുപോലെ ടി വി എസ് മൊബിലിറ്റി ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ മൂർത്തി പറഞ്ഞ റൈനോ ഡീലർഷിപ്സ്, അശോക് ലേലൻഡ് ഡീലർഷിപ്സ്, നമ്മുടെ മഹീന്ദ്ര ട്രക്സ് ആൻഡ് ബസസ് ഡീലർഷിപ്സ്. പിന്നെ ഈയിടെ ലിസ്റ്റ് ആയ ഒരു കമ്പനിയാണ് ടി വി എസ് സപ്ലൈ ചെയിൻ. നമ്മള് ലോകത്തിലെ ഈ മാനുഫാക്ചറിംഗിന് വേണ്ടിയിട്ടുള്ള പാർട്സ് എത്തിച്ചു കൊടുക്കലാണ്. അത് മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനി ടി വി എസ് ഓട്ടോമൊബൈൽ സൊല്യൂഷൻസ്. അത് ശരിക്കും ആഫ്റ്റർ മാർക്കറ്റ് എന്ന് പറയും. അതായത് സ്പെസിഫിക്കലി നമ്മൾ വാറണ്ടിക്ക് ശേഷം ഉള്ള ഒരു സർവീസ് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ടി വി എസ് ഓട്ടോമൊബൈൽ സൊല്യൂഷൻസ്. അത് ബേസിക്കലി നമുക്ക് മൾട്ടി ബ്രാൻഡ് ഗാരേജസ് ആണ് അക്രോസ് പാൻ ഇന്ത്യ. അപ്പൊ നിങ്ങളിത് നോക്കുമ്പോൾ അറിയാം, ഓട്ടോ മാനുഫാക്ചറിംഗ് ഉണ്ട്, അത് ഫൈനാൻസ് ചെയ്യുന്ന ഇൻഷുറൻസ് ചെയ്യുന്ന കമ്പനികളുണ്ട്, അത് മാനുഫാക്ചർ ചെയ്യുന്ന പാർട്സ് ഉണ്ട്, അതിന്റെ വാറണ്ടി കഴിഞ്ഞാൽ അതിന്റെ ഡീലർഷിപ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഒരു ഓട്ടോമൊബൈൽ ലൈഫ് സൈക്കിളിൽ വേണ്ട എല്ലാം നമുക്കുണ്ട്. സോ ഇതൊരു ബേസിക്കലി നമ്മള് ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല. എല്ലാവരുടെ സർവീസ് ഉണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് ബേസിക് മൾട്ടി ബ്രാൻഡ് സർവീസ് കൂടാതെ നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്. റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എമർജൻസി ബ്രേക്ക് ഡൗൺ. നമ്മളാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് എമർജൻസി ബ്രേക്ക് ഡൗൺ സർവീസ്. അതായത് നിങ്ങൾക്ക് ടാറ്റയുടെ വണ്ടിയാണ്, ടാറ്റ വിളിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുള്ളൂ, പക്ഷെ അതിന്റെ ബാക്ക് എൻഡ് സർവീസ് മൊത്തം ചെയ്യുന്നത് നമ്മളാണ്. അതൊരു വലിയ ഒരു 400 crores ഒരു ബിസിനസ് ആണ് നമ്മൾ ഓടിക്കുന്നത്. അതാണ് വലിയ ബിസിനസ്. അതുകൂടാതെ നമുക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ഉണ്ട്. നമുക്കിപ്പം ചാർജിങ് സൊല്യൂഷൻസ് ഉണ്ട്, EV വണ്ടികൾക്കുള്ള സൊല്യൂഷൻസ് ഉണ്ട്, ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഡീലർഷിപ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് സർവീസസ് ഉണ്ട്. ഇതൊരു ആഫ്റ്റർ മൊബിലിറ്റി പ്ലാറ്റ്ഫോം ആണ്. അതായത് ഒരു വെഹിക്കിൾ ആവശ്യത്തിന് കസ്റ്റമേഴ്സിനോ, അതായത് ഡീലർഷിപ്സിനോ, മാനുഫാക്ചർക്കോ എന്നാവൊക്കെ വേണോ അതൊക്കെ നമ്മൾ ഒരു ടി വി എസ് മൊബിലിറ്റിയുടെ കീഴിൽ പ്രൊവൈഡ് ചെയ്യും. ഈവൻ നമുക്ക് ഒരു B2B ഓപ്ഷൻ പ്ലാറ്റ്ഫോം പറയുന്നത് നിങ്ങളുടെ പഴയ വണ്ടി നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ നമ്മളത് വാല്യൂ ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്നത്. ഇത് അതിന്റെ ഒരു അതിന്റെ ഒരു സമ്മറിയാണ്. നമ്മൾ ഇതാണ് മെയിൻ 4 പില്ലേഴ്സ്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ മൊബിലിറ്റി എന്ന് വിളിക്കും. പേഴ്സണൽ മൊബിലിറ്റി എന്ന് വിളിച്ചാൽ നമ്മൾ മൾട്ടി ബ്രാൻഡ് കാർ സർവീസസ് വേർ വി ഹാവ് നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ്, കാർ സർവീസിംഗ്, മൾട്ടി ബ്രാൻഡ്, അതാണ് പേഴ്സണൽ മൊബിലിറ്റി. ദെൻ there is another division, അത് മിസ്റ്റർ രംഗനാഥനാണ് ഹെഡ് ചെയ്യുന്നത്, പേഴ്സണൽ മൊബിലിറ്റി. അത് കൂടുതൽ നമ്മുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, B2B അക്കൗണ്ട്സ് ആണ്, ടാറ്റ, നിസാൻ, അത് മിസ്റ്റർ ശൈലേഷ് ആണ് ഹെഡ് ചെയ്യുന്നത്.
പിന്നെ ഫ്ലീറ്റ് ബിസിനസ് ഉണ്ട്, അതുപോലെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, പിന്നെ നമുക്ക് എല്ലാം കണക്ട് ചെയ്തൊരു 24/7 കോൾ സെന്റർ ഉണ്ട്. ഇതിന്റെ സിഇഒ മിസ്റ്റർ നട്രാജൻ ശ്രീനിവാസനാണ്. ഈ പുള്ളി ബാംഗ്ലൂരാണ്. സിഇഒ മിസ്റ്റർ മഹേഷാണ്. CF എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പനി ഓൺഡ് ഔട്ട്ലെറ്റ്സ്, പിന്നെ ഫ്രാഞ്ചൈസി ഓൺഡ് ഔട്ട്ലെറ്റ്സ്. അപ്പൊ നമുക്ക് പാൻ ഇന്ത്യ നമുക്ക് 429 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. 429 ഔട്ട്ലെറ്റ്സ്. അതില് CF അത് കമ്പനി ഓൺഡ് ഔട്ട്ലെറ്റ്സ്, അത് കിട്ടാര ഗാരേജസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് കമ്പനി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് 150 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഫ്രാഞ്ചൈസി ആയിട്ട് നമ്മൾ 320 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് സ്ട്രെങ്ത്. നെക്സ്റ്റ് പൂർത്തി തിരുവനന്തപുരം. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് 3 ടച്ച് പോയിന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് മൈറ്റി വെസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ടച്ച് പോയിന്റ്സ് ആണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ റെനോ ഡീലർഷിപ്സ്, നമ്മുടെ ലാർജസ്റ്റ് നമ്മുടെ റെനോ ഡീലർഷിപ്സ് ആണ്. അവിടെയും നമ്മൾ മൾട്ടി ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇത് അപ്കമിങ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ നിലവിലുള്ളത് ഇതാണ്: ട്രിവാൻഡ്രം, എറണാകുളം, കൊല്ലം രണ്ടാംകുറ്റി, ശ്രീകൊല്ലൂർ പോസ്റ്റ് രണ്ടാംകുറ്റി, കൊട്ടാരക്കര വന്നിട്ട് ട്രിവാൻഡ്രം റോഡില് ജെസിമാത ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് കൊട്ടാരക്കര ബ്രാഞ്ച്. കോട്ടയത്ത് ഒന്ന് കോടിമാതയാണ്. കോടിമാതയിൽ നമ്മുടെ മെയിൻ റോഡ് തന്നെയാണ്. കോടിമാതയില് അവിടുത്തെ ഒരു ചിക്കിങ്സ് എന്ന് പറയും, അതിന് നിയർ ബൈ ആണ് കോടിമാതയ വർഷം. കട്ടപ്പന വന്നിട്ട് ബൈപ്പാസ് റോഡിലാണ്. കട്ടപ്പന എനിക്ക് തോന്നുന്നു വേറെ അവിടെ ഡീലർഷിപ്പും കുറവാണ് എല്ലായിടത്തും. കട്ടപ്പനയിൽ ഉണ്ടായിട്ടൊന്നും ഡീലർഷിപ്പ് ഇല്ലാത്ത ഒരു സ്ഥലമാണ്, ഹിൽ സ്റ്റേഷനാണ്. അപ്പൊ ഞങ്ങൾ അവിടെ എല്ലാ വണ്ടിയും എടുക്കുന്നുണ്ട് കട്ടപ്പന. തൊടുപുഴ KSRTC ഡിപ്പോയിൽ നിന്ന് നിയർ 1 കിലോമീറ്ററുള്ളൂ മാരിക്കലിന്റെ എന്ന് പറയും. അതായത് ഇപ്പൊ ദൃശ്യം സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ വർക്ക്ഷോപ്പുള്ള തൊടുപുഴ. എറണാകുളത്ത് വന്നിട്ട് ഞങ്ങളുടെ ഓൺ ഇതുപോലെ ട്രിവാൻഡ്രം പോലെ ഉള്ള ഓൺ നമ്മുടെ ഓൺ കമ്പനി ഓൺഡ് ലാൻഡാണ്. അതില് അശോക് ലേലന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. അത് എറണാകുളം ഔട്ടറാണ്. ഇനി ആലുവയെ ഇറങ്ങിയിട്ട് ആലുവ പറവൂർ റോഡിലാണ്. ആലുവ പറവൂർ റോഡിൽ TVS സ്റ്റോപ്പ് എന്നേ പറയുള്ളൂ. TVS സ്റ്റോപ്പിൽ ഏറ്റവും വലിയ വർക്ക്ഷോപ്പാണത്. പ്രളയം സമയത്തൊക്കെ ഞാനവിടെ ഉണ്ടായിരുന്നു. പ്രളയത്തൊക്കെ ഞങ്ങളാണ് ഏറ്റവും വലിയ സർവീസ് അവിടെ കസ്റ്റമേഴ്സിന് കൊടുത്തത്. തൊട്ടടുത്ത വയൽ വരെ വാടകയ്ക്ക് എടുത്തിട്ടാണ് വലിയ വലിയ വണ്ടികൾ ഞങ്ങളവിടെ ഡംപ് ചെയ്ത് അതിനെ മാറ്റി കൊടുത്തത്. കസ്റ്റമേഴ്സിന് കംപ്ലീറ്റ് വണ്ടി എറണാകുളത്ത് ഏറ്റവും കൂടുതൽ വണ്ടി റോഡ് അസിസ്റ്റൻസിന്റെ കൂടെ ഞങ്ങളും കൂടെ സർവീസ് ചെയ്താണ് അത് മാറ്റിയത്. അതുപോലെ കോഴിക്കോട് കാലിക്കട്ട് നിലമ്പൂർ റോഡിലാണ്. അത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, 1 മന്തേ ആയിട്ടുള്ളൂ. നിലമ്പൂർ റോഡിലാണ് കോഴിക്കോട്. ഇനി വരുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തം ഔട്ട്ലെറ്റ് ആണ്. 8 ബ്രാഞ്ച്. ഇനി വരുന്നത് പാല വരുന്നുണ്ട്. പാല വന്നിട്ട് ബൈപ്പാസ് റോഡിലാണ്. പാല പ്രൈവറ്റ് സ്റ്റാൻഡ് ഇറങ്ങി അവിടെ നിന്ന് ബൈപ്പാസ് റോഡിൽ കയറി കഴിഞ്ഞാൽ പാല വരുന്നുണ്ട്. തിരൂര്, തിരുവല്ല, കണ്ണൂര് സൈറ്റ് വർക്ക് നടക്കുകയാണ്. അതിന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം. ഞങ്ങൾ ഇല്ലാത്ത ലൊക്കേഷനിൽ, ഞങ്ങളുടെ സ്വന്തം ഔട്ട്ലെറ്റ് ഇല്ലാത്ത ലൊക്കേഷൻസിലാണ് ഈ റെനോൾട്ട് ഡീലർഷിപ്പിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരാൻ പറ്റും. അവിടെ മൾട്ടി ബ്രാൻഡ് ഉണ്ട്. റെനോ ഡീലർഷിപ്പ് ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം. കണ്ണൂർ വേണ്ട, കണ്ണൂർ ഞങ്ങൾ വരുന്നുണ്ട്. കണ്ണൂർ സർക്കാർ ഇപ്പൊ എന്തെങ്കിലും കണ്ണൂരിൽ ആവശ്യം വന്നാൽ നമുക്ക് റെനോൾട്ട് ഡീലർഷിപ്പിൽ ചെയ്യാൻ പറ്റും. ഇത് എവിടെയായാലും, കേരളത്തിൽ എവിടെയായാലും, ഈവൻ തമിഴ്നാട്ടിൽ ഈയിടയ്ക്ക് നമ്മുടെ മണിസാർ ഒരു വണ്ടി കൊടുത്ത് ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് തമിഴ്നാട്ടിലായാലും ആന്ധ്ര, സൗത്ത് ഇന്ത്യ എവിടെയായാലും നോർത്തിലും ആ സർവീസ് ചെയ്യാൻ പറ്റും. പക്ഷെ നോർത്തിൽ കൂടുതലും ഫ്രാഞ്ചൈസിയാണ്